ഇതെന്തിനാന്നറിയോ? കൂട്ടിക്കല് നമ്മുടെ എസ്റ്റേറ്റ് വിൽക്കാൻ പോവുക. 38 ലക്ഷം. നല്ല വിലയാണെന്ന് അന്ന പറഞ്ഞത്. ഞാനേ ഡോക്ടർ രഞ്ജിത്ത് തോമസിന്റെ അടുത്ത് ഒരു കുറിപ്പടി മേടിക്കട്ടെ. ഡെയിലി 2 ഡ്രിങ്ക് ആകാന്ന്. ഡെയിലി 2 ഡ്രിങ്ക്. ഒരു ഡ്രിങ്കിന് 30 രൂപ. 30 എവിടെ? കൊടുക്കത്ത വിലയല്ലേ. 40 രൂപ വെച്ച് ഡെയിലി 2 ഡ്രിങ്ക് ആകുമ്പോ മന്ത്ലി എന്താകും മാർഗരറ്റെ? ബുൾഷിറ്റ്. ഡെയിലി കള്ളു കുടിക്കാൻ ഞാൻ കാശ് തരണോ? പതുക്കെ. സിസ്റ്റർ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? താങ്ക് യു. ഡോക്ടർ, ഷീ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഡേഞ്ചർ. പക്ഷേ 2 ദിവസം ഇവിടെ കഴിയേണ്ടി വരും. കാണാൻ പറ്റുമോ? പ്ലീസ്. അവർക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഒരു കുഴപ്പമില്ല. താങ്ക് യു. ചെല്ലേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ബോധം തെളിഞ്ഞു. ഞാനിന്ന് അകത്ത് കയറി കണ്ടോട്ടെ? അതിനെന്താ, കണ്ടോളൂ. താങ്ക് യു. Good evening, teacher. ഇരിക്കൂ. ഞാൻ ടീച്ചറാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഡോക്ടർ രഞ്ജിത്ത് തോമസ് പറഞ്ഞു. ഞാൻ ഡാനി, റൂം നമ്പർ 2. ടീച്ചറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ വരാം. ഞാനിവിടത്തെ ഒരു പെർമനന്റ് ഇൻമേറ്റാ. അത് ശരി. കണ്ട പെണ്ണുങ്ങൾക്ക് ബൊക്കെ വാങ്ങിച്ചു കൊടുക്കല ഇപ്പൊ നിങ്ങളുടെ പണിയില്ലേ? എനിക്കറിയാം നിങ്ങളെ. അയ്യോ മാർഗരറ്റെ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല.
കണ്ട തള്ളാർക്കൊക്കെ ബൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. നിങ്ങളൊരു വഷളം തന്നെ. എല്ലാതേ ഇച്ചിരി എനിക്ക് തരൂ. അയ്യോ, അവിടെ ആകെ മീതയിൽ ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്? അത് പിന്നെ മദ്യ ദുരന്താവും. അതിന് കുറെ പേര് ചത്താനല്ലേ മദ്യ ദുരന്തമാവുള്ളൂ. ഈ വല്യപ്പിന് ഇതെന്തു പറ്റി? ഇന്ന് കുറച്ച് കുടിക്കണം മാധവി. മുരുകനെയാണെങ്കിൽ കാണാനുമില്ല. കാശുള്ള വീട്ടിലെ പെങ്കൊച്ചിനെ കെട്ടാൻ പോണത്രേ, പെങ്ങന്മാർക്ക് സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലതല്ലേ? ഞാൻ ചാവും.